നമുക്ക് ഫസ്റ്റ് പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമ്മളെ വെൽനസ് അസസ്മെന്റ്. അപ്പോൾ വെൽനസ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് പരിചയം ഉണ്ടാവും. നിങ്ങൾ ആരോഗ്യത്തിന് അളക്കലാണ് നമ്മളിവിടെ വന്ന് ആലോചിച്ചത്. അപ്പൊ ഈ ആരോഗ്യത്തിന് അളന്നു കഴിഞ്ഞാൽ ഈ രോഗിക്ക് എനിക്കൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് കൃത്യമായൊരു ആരോഗ്യ ബോധം വരും. ഇപ്പൊ വെൽനസ് സ്കോറിനുള്ള സംഗതി നമ്മൾ വെൽനസ് അസസ്മെന്റിന്റെ ഭാഗത്തായിട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ വൈറ്റൽ സ്കോർ എന്ന് പറഞ്ഞിട്ട് അസുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുന്നു. പിന്നെ ഇതിനേക്കാൾ ഉപരി നമ്മൾ പിന്നെ ഇവിടുന്ന് ഡയറ്റ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. ഇപ്പൊ ചില ആൾക്കാർ പറയും ഞാൻ പ്രകൃതി ചികിത്സക്ക് പോവാ, അതും നമുക്കിവിടെ ഉണ്ട്. അപ്പൊ പ്രകൃതി ചികിത്സയിൽ ഞാൻ പോയിട്ട് എനിക്ക് പ്രമേഹം ഒരു 50 യൂണിറ്റേ കൂടിയിട്ടുള്ളൂ, കുറഞ്ഞിട്ടുള്ളൂ, വേറെ ഏതെങ്കിലും മാർഗം ഉണ്ടോ എന്ന് വെച്ചാൽ അവരോട് നമ്മളടുത്ത് വന്ന് ഡയറ്റിക് എഡ്യൂക്കേഷന് വരാൻ പറയും. അതായത് ഇപ്പൊ നമ്മുടെ ഫീൽഡുമായി പെട്ടെന്ന് വരാൻ പറ്റാത്ത ആളാണെങ്കിൽ പോലും അവർക്ക് ഈ വെൽനസ് അസസ്മെന്റും നമ്മളെ പിന്നെ ഡയറ്റ് എഡ്യൂക്കേഷനും പിന്നെ ഈ തരത്തിലുള്ള ഔഷധ അന്നവിഹാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ അതിനേക്കാൾ ഉപരി നമ്മൾ ആയുർവേദ വെൽനസ് ന്യൂട്രീഷൻ പഠിപ്പിക്കുന്നുണ്ട്. പോഷകമൂല്യങ്ങൾ കുറഞ്ഞുകൊണ്ട് കുട്ടികൾക്കും ഫാമിലികൾക്കും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, വയറ് കഴുകി അല്ലെങ്കിൽ വയറ് പിടിച്ചിരിക്കുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആയുർവേദ വെൽനസ് ന്യൂട്രീഷൻ അതിന്റെ ഭാഗമാണ്. പിന്നെ അതേ സമയത്ത് തന്നെ നമ്മൾ പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിനെ പുതുക്കുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ പ്രമേഹത്തിൽ നമ്മൾ 5 ചികിത്സകളാണ് ശരീരം പുതുക്കാനായിട്ട് പറയുന്നത് കേട്ടോ. പ്രമേഹം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇൻസുലിൻ റെസിസ്റ്റൻസാ, ശരീരത്തിന്റെ മിസ്റ്റേക്കാണ്. ഇൻസുലിൻ കുറഞ്ഞിട്ടല്ല പ്രമേഹം വരുന്നത്, ശരീരത്തിന്റെ ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നത് എന്തുകൊണ്ടാ? ശരീരത്തിന്റെ വീക്ക്നെസ്. ആ ശരീരത്തിനാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ ശരീരം നവീകരിക്കാനുള്ള മരുന്നുകൾ കൊടുക്കുകയും വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് അവരെ എസ്കേപ്പ് ചെയ്യുകയും ചെയ്യണതാണ് പഞ്ചകർമ്മങ്ങൾ. ശരീരം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് പഞ്ചകർമ്മങ്ങൾ. അപ്പൊ പഞ്ചകർമ്മ പാർട്ടി ചികിത്സകൾ നമ്മൾ ചെയ്യണത് അതിൽ വളരെ റിസൾട്ടാണ്. ഇപ്പൊ നമ്മളുമായി ബന്ധപ്പെട്ട ഒരു വിജയൻ സാർ വന്നിട്ട് 102 കിലോയിലാണ് പുള്ളിക്ക് ഏപ്രിൽ അവസാനം ഏകദേശം മെയ് മാസം ഫസ്റ്റ് വീക്കോട് കൂടി ട്രീറ്റ്മെന്റ് 3 ഘട്ടങ്ങളിലായിട്ട് പുള്ളിക്ക് വരാനുള്ള സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അടുത്ത ഘട്ടം ട്രീറ്റ്മെന്റ് ന്യൂ ഇയർ ട്രീറ്റ്മെന്റിലേക്ക് കടന്നിട്ടുണ്ട്. ഏകദേശം 84 കിലോ വെയിറ്റിലേക്ക് അയാൾ ഇമ്പ്രൂവ് ചെയ്തു. അത് ചെറിയ കാര്യമില്ല. അന്ന് ഞാൻ സാറിനോട് പറഞ്ഞ ഒരു കാര്യം, അംബാനിയുടെ മകൻ വളരെ കഷ്ടപ്പെട്ട് നടന്നു പോകുന്നതുകൊണ്ട് അയാൾക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ വരാനുള്ള ഭാഗ്യമില്ലല്ലോ എന്നാണ്. ശരിയാണല്ലോ, കോടികൾ കൊടുത്തിട്ടാണ് ഒരു 10 കിലോ ഈ കോടീശ്വരന്മാരുടെ മക്കളുടെ വെയിറ്റ് കുറയുന്നത്. കോടികൾ കൊടുത്തു. ഇവിടെ നമ്മള് എല്ലാം കൊണ്ടും സേവന ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു റേറ്റിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. വേൾഡ് ലെവലിലുള്ള റിസൾട്ടാണ് നമ്മളിപ്പോ കാഴ്ചവെച്ചുകൊണ്ടിരിക്കണമെന്ന് പറയുന്നത്. കാരണം 16 കിലോ ഒരു 6 മാസത്തെ സീസണിൽ വെയിറ്റ് കുറയുക എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഹൃദ്രോഗം ഇല്ലാതെയാവുക, ലോകത്തിൽ പ്രമേഹം ഇല്ലാതെയാവുക, ലോകത്തിൽ സർവ്വരോഗങ്ങളും ഇല്ലാതെയാവുക. എല്ലാ രാജ്യങ്ങളുടെ ആരോഗ്യ പദ്ധതിയിൽ ആയുസിന്റെ ഒരു മെത്തേഡ് ഒരു നാൾ വന്നിരിക്കും. എല്ലാ തരത്തിലുള്ള സിസ്റ്റംസും സർക്കുലറി സിസ്റ്റത്തിന്